ലോകത്തിൽ പല ചെറിയ കുഞ്ഞൻ രാജ്യങ്ങളുണ്ട്. അത്തരമൊരു രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. അതിനെപ്പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇന്ത്യയിൽ ആകെ ഉള്ള സംസ്ഥാനങ്ങൾ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനമായ കേരളം 22ാം സ്ഥാനത്താണ്. അത്രയും ചെറിയ സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴയുടെ അത്രയും പോലും വലിപ്പമില്ലാത്ത രാജ്യങ്ങൾ ലോകത്തിലുണ്ട്. അവയിൽ ഏറ്റവും ചെറുതിന് കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്തിൻ്റെ പകുതി പോലും വലിപ്പമില്ല. ലോകം ആദരവോടെ നോക്കിക്കാണുന്ന വളരെ ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി. ജനസംഖ്യ 1000-ൽ താഴെയാണുള്ളത്. അതിൻ്റെ വിസ്തൃതി 0.44 ചതുരശ്ര കിലോമീറ്ററാണ്. പടിഞ്ഞാറൻ യൂറോപ്പിൽ ഇറ്റലിയുടെ തലസ്ഥാന നഗരമായ റോമിനകത്തെ പരമാധികാര രാഷ്ട്രമാണ് വത്തിക്കാൻ സിറ്റി. റോമൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമാണ് വത്തിക്കാൻ സിറ്റി. വത്തിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം ഉദ്യാനം എന്നാണ്. ഇറ്റലിയും റോമൻ കത്തോലിക്ക സഭയും ഒപ്പുവെച്ച ഒരു രാഷ്ട്രീയ രേഖയാണ് 1929 ലാറ്ററൽ ഉടമ്പടി. ഇതുപ്രകാരം റോമിൻ്റെ ഭാഗമായ വത്തിക്കാൻ പ്രദേശത്തെ ഒരു നഗര രാഷ്ട്രമാക്കുകയും കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാവായ മാർപ്പാപ്പയ്ക്ക് അതിൻ്റെ പരമാധികാരം നൽകുകയും ചെയ്തു. വത്തിക്കാന് സ്വന്തമായി പോസ്റ്റ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, റേഡിയോ സ്റ്റേഷൻ, ടെലിഫോൺ സിസ്റ്റം എന്നിവയൊക്കെയുണ്ട്. വത്തിക്കാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറക്കുന്ന സ്റ്റാമ്പിന് ലോകത്ത് വലിയ ഡിമാൻഡാണ്. അതാതു കാലഘട്ടത്തിലെ മാർപ്പാപ്പയുടെ ചിത്രമാണ് അതിലുണ്ടാവുക. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, വത്തിക്കാൻ കൊട്ടാരം, വത്തിക്കാൻ മ്യൂസിയം തുടങ്ങിയവ അവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളാണ്. വത്തിക്കാൻ നഗരത്തെ ചുറ്റി ഒരു വലിയ കൽമതിലുണ്ട്. മാർപ്പാപ്പയുടെ സുരക്ഷാ ചുമതല സ്വിസ് കാവൽ ഭടന്മാർക്കാണ്. വത്തിക്കാൻ നഗരം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ഒരു നഗരമാണ്. ഒരു രാഷ്ട്രം മുഴുവനായി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത് ആദ്യമായാണ്. ലോകപ്രശസ്ത ചിത്രകാരനായ മൈക്കലാഞ്ചലോയുടെ ചുവർ ചിത്രങ്ങൾക്ക് പേരുകേട്ട ലോകപ്രശസ്തമായ സിസ്റ്റീൻ ചാപ്പൽ വത്തിക്കാൻ സിറ്റിയിലാണ്. ഇത് വത്തിക്കാൻ സിറ്റി എന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്നിനെപ്പറ്റിയുള്ള ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.